താനായിരുന്നു. വാ വാ ഇരിക്കെ. പാതിരാത്രിക്കാരാ പതിവില്ലാത്തൊരു സന്ദർശകനെന്ന് ആലോചിക്കായിരുന്നു. താനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പെൺകുട്ടികളെയും കൂട്ടി വന്ന ഏതെങ്കിലും പിമ്പായിരിക്കുമെന്ന് കരുതിയല്ലേ? വാസു, നീ എന്തായി പറയുന്നത്? നിങ്ങളൊരു ചതിയനാണ്, സ്വാർത്ഥനാണ്, നീചനാണ്. നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പിയ പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെച്ചു. വാസു, ഒരു പെണ്ണിന് വശീകരിച്ച് അവൾക്ക് വയറ്റിലുണ്ടായപ്പോ സമർത്ഥമായി കൈയൊഴിഞ്ഞ നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. അതേടാ, വൃത്തികെട്ടവൻ. പക്ഷെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ രാമനാഥന് കഴിയും. ആരാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയണ്ട. പക്ഷെ സത്യം നീ മനസ്സിലാക്കണം. അച്ഛനില്ലാത്ത ഒരു സാധു പെൺകുട്ടിയെ ഒരു പിമ്പ് ഇവിടെ എത്തിച്ചു. സത്യം അറിഞ്ഞപ്പോ ഒരു കൂടപ്പറപ്പിനെ പോലെ കരുതി ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. അവളെ സ്വന്തമാക്കാനല്ല ഞാൻ മോഹിച്ചത്, അനുരൂപനായ ഒരുവന് നൽകി കന്യാദാനത്തിന്റെ പുണ്യം നേടാൻ. ഒരു രാത്രി മുഴുവൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞ അവളെ പുണ്യവതിയാക്കി എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അതെ, ഒരു രാത്രി മുഴുവൻ അവൾ ഇവിടെ കഴിഞ്ഞു, ഈ വീട്ടിൽ. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു രാത്രി കഴിഞ്ഞു എന്ന് വെച്ച് സ്ത്രീയുടെ ചാരിത്രം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അച്ഛനും മകളും അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും ഒരുമിച്ചൊരു മുറിയിൽ ഉറങ്ങാറില്ലേ? അതിനെന്തർത്ഥമാണ് നീ കാണുന്നത്? ഒരു രാത്രി കൊണ്ട് ഞാൻ അവളെ മനസ്സിലാക്കിയതിന്റെ 1000-ൽ 1 അംശം പോലും ഇത്രയും കാലം അവളോടൊപ്പം ജീവിച്ച നീ മനസ്സിലാക്കിയില്ലല്ലോ. നിനക്കറിയോ, മാനം കാക്കാൻ വേണ്ടി സ്വന്തം പ്രാണം പോലും കളയാൻ മടിയില്ലാത്തവളാണ് നിന്റെ ഭാര്യ. വാസു, ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ കാണാത്ത അഭിമാനിയായ ഒരു പെൺകുട്ടിയെ അന്ന് ഞാൻ ആദ്യമായി കണ്ടു.